Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, അവിടെ രണ്ട് സബ്ജക്റ്റിന്റെ മിക്സ്ചർ വരുന്നുണ്ട്, ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും. എന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഓഡിറ്റിംഗ് പോർഷനിൽ നിന്നാണ്. 3 മൊഡ്യൂള് ഓഡിറ്റിങ്ങും 2 മൊഡ്യൂള് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് വരുന്നത്. സോ ഇതിലെ ചങ്ക് മൊഡ്യൂൾസ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂള്, ദെൻ തേർഡ് മൊഡ്യൂള്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ 4th മൊഡ്യൂള്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിന്റെ ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത് ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 3 മൊഡ്യൂൾസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്സാകാൻ വേണ്ടത് എത്ര മാർക്കാണ്? 35 മാർക്കാണ്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 35 മാർക്കിന് വേണ്ടിയിട്ട് ഒരു 10 മാർക്ക് ഇന്റേണല് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒരു 25 മാർക്ക് ലഭിക്കാൻ ഔട്ട് ഓഫ് 80 വളരെ എളുപ്പമാണ്. സോ എങ്ങനെ, ഏത് രീതിയിൽ നമുക്ക് ഈ 25 എബോവ് സ്കോർ ചെയ്യാൻ സാധിക്കും? നമുക്ക് 2 പാർട്ടിലോട്ട് എപ്പോഴും ഫോക്കസ് ചെയ്താൽ മതി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പാർട്ട് എയും പാർട്ട് സിയും റിപ്പീറ്റ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 2 പാർട്ടിലാണ്. ദെൻ നമുക്ക് പാർട്ട് എയില് 15 ചോദ്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മിനിമം ഒരു 5-6 ചോദ്യങ്ങൾ കിട്ടിയാൽ തന്നെ അവിടെ നിന്നൊരു 10 മാർക്ക് 12 മാർക്കായി. ദെൻ പാർട്ട് സിയില് നമുക്ക് 2 essay, നമുക്ക് 4 essays ഉണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. സോ 4 എണ്ണത്തിൽ 2 എപ്പോഴും ഈസിയസ്റ്റ് ചോദ്യങ്ങളാണ് വരാ. സോ ആ 2 essayയും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക് എബോവ് കിട്ടിയാൽ മതി. ദെൻ അതിനുശേഷം നമുക്ക് അറിയുന്ന പോലെ ഈ 2 പാർട്ടിലേക്കും വേണ്ടി പ്രിപ്പയർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. ദെൻ പാർട്ട് എയിലേക്കും പാർട്ട് സിയിലേക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. സോ ഫുൾ ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുക. ദെൻ അറിയുന്ന പോലെ, ദെൻ നന്നായിട്ട് അറിയുന്നത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പുഷ്പം പോലെ പാസ്സായിരിക്കും. സോ നമ്മൾ പാർട്ട് എയിൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാൻ 2 മാർക്സിന്റെ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മെജോറിറ്റി പ്രതീക്ഷിക്കാം. എല്ലാ പേപ്പറിലും കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങൾ. നമ്പർ 1, ഓഡിറ്റിംഗ് എന്താണ്? വൗച്ചിങ് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? ഓഡിറ്റ് പ്ലാനിങ് എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇന്റേണൽ കൺട്രോൾ എന്താണ്? ഇന്റേണൽ ചെക്ക് എന്താണ്? ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? ഗ്രീൻ ഗവേണൻസ് എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ എറേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണം, എറേഴ്സ് ഓഫ് ഒമിഷൻ, പ്രിൻസിപ്പിൾ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, അപ്പൊ ഇങ്ങനെ 2-3 എറേഴ്സ് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ദെൻ സർപ്രൈസ് ചെക്കിംഗ് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്? അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്? ദെൻ പലതരത്തിലുള്ള ഓഡിറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണ്? മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണ്? ദെൻ ഓഡിറ്റ് കമ്മിറ്റി എന്താണ്? ഇന്റേണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഓഡിറ്റ്, പലതരത്തിലുള്ള ഓഡിറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം വരുന്നതാണ്. ഓഡിറ്റ് കമ്മിറ്റി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്താണ്? ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസിലെ ഏതെങ്കിലും ഒരെണ്ണം, പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. അതിലിപ്പോൾ സ്റ്റുവർഡ്ഷിപ്പ് തിയറി അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, പലതരത്തിലുള്ള തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. ദെൻ ഈ ഗവേണൻസ് എന്താണ്? ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്? ടാക്സ് ഓഡിറ്റ്, നേരത്തെ ഓഡിറ്റിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ടാക്സ് ഓഡിറ്റ് എന്താണ്? അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ എന്താണ്? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്.
ഇങ്ങനെ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, എസ്പെഷ്യലി ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ബേസിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 5 or 6 കിട്ടും, ഈസിയാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ബേസിക്സ് ഇല്ലേ, ഓഡിറ്റിങ്, ഇൻവെസ്റ്റിഗേഷൻ, വൗച്ചിങ്, ഇന്റേണൽ ചെക്കിംഗ്, ഇന്റേണൽ കൺട്രോൾ, പിന്നെ ഓഡിറ്റിലെ ഡിഫറെന്റ് ടൈപ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റ് കമ്മിറ്റി, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, ഇൻസൈഡർ ട്രേഡിംഗ്, ലിസ്റ്റിംഗ് അഗ്രിമെന്റ്, ക്ലോസ് 49, കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ഒരു 5-6 കിട്ടും. അപ്പോൾ അവിടെ തന്നെ മാർക്കായി. ദെൻ നമുക്ക് എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോണ സമയത്ത് 4 2 എപ്പോഴും റിപ്പീറ്റ് ആണ്. എസ്പെഷ്യലി ചാപ്റ്റർ നമ്പർ 1 നിന്നും ചാപ്റ്റർ നമ്പർ 4 നിന്നും എപ്പോഴും എസ്സേ ഇടും. അതിലെപ്പോഴും എസ്സേക്ക് വരുന്നൊരു ചോദ്യമാണ് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു എസ്സേ ചോദ്യമാണ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. അതുപോലെ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ റിപ്പീറ്റ് ആയിട്ട് വരുന്ന എസ്സേസിലെ ഒന്നാണ്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കേസിലോട്ട് പോകുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, അതിന്റെ വാരിയസ് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്. ദെൻ ഫെയിലിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്, മേജർ ഫെയിലിയേഴ്സ്. അതുപോലെ തന്നെ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ തിയറീസോ അതല്ലെങ്കിൽ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസോ ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് വരാറുള്ളതാണ്. പിന്നെ മറ്റൊരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും കാണാറുണ്ട്, എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയേഴ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ എസ്സേ ടോപ്പിക്സിൽ ഒരുപാട് ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്, പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്, പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ, അതുപോലെ തന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ തിയറീസ്, മേജർ പ്രോബ്ലംസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 2 മിക്കതും വരാറുണ്ട്. പിന്നെ ഓഡിറ്റ് ടെക്നിക്സിനെ പറ്റിയിട്ട് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഓഡിറ്റ് പ്ലാനിങ്, വൗച്ചിങ് ഒക്കെ ചില സമയത്താണ് എസ്സേക്ക് വരാറ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്കൊരു 2 എന്തായാലും കിട്ടും. അറിയുന്ന പോലെ എഴുതിയാൽ അവിടെ തന്നെ നമുക്ക് മോർ ദാൻ 10 മാർക്സ് ഷുവറായിട്ട് ലഭിക്കുന്നതാണ്. ദെൻ ഇതിൽ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് 5 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ബേസിക്സിൽ പറഞ്ഞ ഓഡിറ്റിംഗ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ കൺട്രോള്, ഇന്റേണൽ ഓഡിറ്റ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഇതിനൊക്കെ പറ്റിയിട്ട് 2 മാർക്കിൽ പറഞ്ഞതൊക്കെ നമുക്ക് 5 മാർക്സിലും പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ തിയറീസ്, ഫെയിലിയേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ കിങ് ഫിഷറിന്റെ ഫെയിലിയറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫെയിലിയർ എടുത്ത് 5 മാർക്കിന് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ഗവേണൻസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഏതെങ്കിലും കമ്മിറ്റിയുടെ റിപ്പോർട്ട്, കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടോ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ടെസ്റ്റ് ചെക്കിംഗ് എന്താണ് വരാറുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിനെ പറ്റിയിട്ട് ഏതൊക്കെ രീതിയിലാണെങ്കിൽ അത് 5 മാർക്കിന് വരാറുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് ടെക്നിക്സ്. ഇങ്ങനെ നമ്മളെ 2 മാർക്സിലും എസ്സേക്കും പറഞ്ഞിട്ടുള്ള പല ടോപ്പിക്കുകളും 5 മാർക്സിൻ്റെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്നവര് ഞാൻ നേരത്തെ പറഞ്ഞ 2 മാർക്സിന്റെ ചോദ്യങ്ങളിലോട്ട് ആദ്യം ഫോക്കസ് ചെയ്യുക. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നാൽ തന്നെ 2 മാർക്സിന്റെ ഒരു 10-15 അല്ലെങ്കിൽ മിനിമം 10 പഠിച്ചാൽ അതിൽ നിന്നൊരു 5 കിട്ടും. എസ്സേയും പറഞ്ഞ ടോപ്പിക്കുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ പുഷ്പം പോലെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ കേസാണ് ഇത് പറഞ്ഞത്. ഓൾറെഡി ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഇട്ടത് മുതൽ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യുക, ഹൈ മാർക്സ് സ്കോർ ചെയ്യുക, 90% അബവ് ഈസി ആയിട്ട് മേടിക്കാൻ സാധിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.